ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡ്രോണിൻ്റെ അൺബോക്സിങ്ങും അതേപോലെ അതിൻ്റെ ഫ്ലൈയിങ്ങും ഒക്കെയാണ്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല അടിപൊളി ഷോർട്സ്. അത് നമ്മൾ ഈ ഒരു ഡ്രോണിൽ എടുത്തതാണ്. ഇതാണ് ആ ഡ്രോൺ, DJIയുടെ Mavic Mini 2 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഈ ഒരു ഡ്രോണിൻ്റെ അൺബോക്സിങ്ങും അതേപോലെ ഇതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ മുന്നായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രോൺ അൺബോക്സ് ചെയ്യാം. ഇതുപോലത്തെ ഒരു ബാഗിലാണ് ഇത് വരുന്നത്. ഒരു ക്യാരി ബാഗ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മളിത് കോംബോ പാക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇനി ഈ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ഡ്രോൺ. ആകെ ചെറിയൊരു ഡ്രോണാണ്, കയ്യിൻ്റെ അത്രേ ഉള്ളൂ ആണ്. ബാക്കി എന്താണ് ഇതിലുള്ളത് നോക്കാം. പിന്നെ വരുന്നത് റിമോട്ടാണ്. അതാണ് ഇതിൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ സ്റ്റിക്ക് നമുക്ക് റിമോട്ടിൻ്റെ അടിയിലായിട്ടുണ്ട്. അത് പിന്നെ നോക്കാം നമുക്ക്. പിന്നെ അതിൽ വരുന്നത് ഒരു ആക്സസറീസിൻ്റെ ഒരു ബോക്സാണ്. ആക്സസറീസിൻ്റെ ബോക്സിൽ നമുക്ക് വരുന്നത് ഒരു 3 ബാറ്ററിയും അതേപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജറും വരുന്നത്. ഇതിൽ നമുക്കിവിടെ പ്രസ് ചെയ്താൽ ഇതിൻ്റെ ബാറ്ററി ഇൻഡിക്കേഷൻ ഒക്കെ ഇതിൽ കാണാവുന്നതാണ്. പിന്നെ കുറച്ച് കേബിൾസ്, റിമോട്ടും അതേപോലെ റിമോട്ടും ഫോണായിട്ട് കണക്ട് ചെയ്യാൻ അതുപോലെ ചാർജിങ് കേബിൾസ് ഉണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ കപ്പിൾസ്, സ്ക്രൂ ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമ്മുടെ റിമോട്ടിൻ്റെ ഒരു ജോയ്സ്റ്റിക്ക് ഒന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കോംബോ പാക്ക് ആയതുകൊണ്ട് മാത്രമാണ് 3 ബാറ്ററി അതേപോലെ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ വന്നത്. പിന്നെ ബാഗിൽ ചാർജർ ഉണ്ട്, ഒരു ഫാസ്റ്റ് ചാർജറാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ നമുക്ക് വരുന്നത് കാറ്റലോഗാണ്. ഇതിൻ്റെ റീഡിങ് മാനുവൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്രയാണ് ഈ ബോക്സിലുള്ളത്. ഇനി നമുക്ക് ഡ്രോണ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഇത് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് രണ്ടാമത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്ന മോഡ് സ്വിച്ചുകളാണിത്. സ്പോർട്സ് അതേപോലെ നോർമൽ, സിനിമാറ്റിക് 3 മോഡുകളാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് റിട്ടേൺ ഹോം, അതേപോലെ റിട്ടേൺ ഹോം ഫങ്ഷനാണ് അതിൻ്റെ സ്വിച്ച്. പിന്നെ അതുപോലെ തന്നെ ക്യാമറ, ഫോട്ടോ വീഡിയോ ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച്, അതേപോലെ ഗിംബൽ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണിത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഫോണ് മൗണ്ട് ചെയ്യുക. ഈ ഒരു ഇതിലാണ് ഫോൺ മൗണ്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾസ് ഇതിലുണ്ട്. അതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം ഫോണിൽ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക്, ഇതിൻ്റെ ഒരു സ്റ്റിക്ക് നമ്മുടെ ഈ റിമോട്ടിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റിമോട്ടിൽ കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്, അതായത് ഈ ഒരു റിമോട്ട് ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ബാറ്ററിയും അതേപോലെ ചാർജിങ് കേസുമാണ്. ഈ ഒരു
ചാർജിങ് കേസിൽ നമുക്ക് 3 ബാറ്ററി ഒരേ ടൈമിൽ ചാർജ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജ് എത്രത്തോളം ബാറ്ററിയിൽ ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ ലാസ്റ്റ് ബാറ്ററിയിൽ ഒരു കട്ട കുറവാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഏകദേശം 30 മിനിറ്റോളം ഫ്ലൈറ്റ് ടൈം കിട്ടും എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ചാർജിങ് കേസ് ഒരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഒരു 5 വോൾട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാറ്ററി കേസിൽ ഇതിൽ വരുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഡ്രോണാണ്. ഇതാണ് നമ്മുടെ ഡ്രോൺ. അത് നമ്മുടെ കയ്യിൻ്റെ അത്രേ ഉള്ളൂ. 249 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, ബാറ്ററി അടക്കം. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഗ്ലാസ് റിമൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗിംബൽ. 4K നമ്മുടെ മിനി 1ൽ 2.7K ആണ് മാക്സിമം. ഇത് മിനി 2ൽ 4K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഇവിടെ ബാറ്ററി ഇടാനുള്ള സ്ലോട്ട്, അതേപോലെ മെമ്മറി കാർഡ് ഇൻസെർട്ട് ചെയ്യാനുള്ളത്, അതേപോലെ ഈ ഒരു ബാറ്ററി നമുക്ക് ഡ്രോണിൽ വെച്ചും ചാർജ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ളൊരു പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടിയിൽ 2 സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഫ്ലൈയിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്ലൈയിങ്ങൊക്കെ നോക്കാം. പിന്നെ എക്സ്ട്രാ ആയിട്ട് വന്നത് പിന്നെ പ്രൊപ്പലേഴ്സ്, അതേപോലെ തന്നെ കുറച്ച് ടൂൾസ്, പിന്നെ ജോയ്സ്റ്റിക്കിൻ്റെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ചാർജറും. അത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു കോംബോ പാക്കിൽ വരുന്നത്. നമ്മൾ കോംബോ അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ബാറ്ററി മാത്രമാണ് ഉണ്ടാവുക. ഈ ഒരു ചാർജിങ് കേസ്, അതേപോലെ പ്രൊപ്പലേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. ഈ ഒരു ആക്സസറീസിൻ്റെ ബോക്സ് പിന്നെ അതിലുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയാണ് ഈ ഒരു ഡ്രോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലൈയിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റായിട്ട് കുറച്ച് ദുബായിൽ നിന്ന് എടുത്ത കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രോൺ നമ്മൾ വാങ്ങിയത് എൻ്റെ ബ്രദർ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ഡ്രോൺ വാങ്ങിയത്. അപ്പോൾ അവിടുന്ന് എടുത്ത കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡ്രോൺ ഇന്ത്യയിൽ 15 മീറ്ററിന് മുകളിൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട് അത് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രോണിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഷോർട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത്. കുറച്ച് നമ്മൾ ഇവിടുന്ന് എടുത്ത കുറച്ച് ഷോർട്സ് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇട്ട ഷോർട്സൊക്കെ നമ്മൾ ദുബായിൽ നിന്ന് എടുത്ത കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തത്. അവിടെ നമുക്ക് 15 മീറ്ററിൻ്റെ മുകളിൽ ഫ്ലൈ ചെയ്യാവുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 15 മീറ്റർ എന്നുള്ള ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. ഇനി ഡ്രോണൊക്കെ 15 മീറ്റർ മുകളിൽ ഫ്ലൈ ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun